ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ അടിക്കാനുള്ള വടിയാണ് നിനക്ക് വന്ദനയെങ്കിൽ നിന്നെ കൊല്ലാനുള്ള കൊടുവാളാണ് എനിക്ക് മനോജ്. എന്തായാലും അംഗം തുടങ്ങിക്കഴിഞ്ഞു. ഇനി കല്ലും നെല്ലും തിരിഞ്ഞ ശേഷമേ കുറുപ്പ് പുറകോട്ടുള്ളൂ. സ്വന്തം സഹോദരങ്ങളെ മനഃപൂർവ്വം മാറ്റി നിർത്തി ഈ പാലുകാച്ചൽ ചടങ്ങ് നടത്താൻ അവരോട് ഇത്രയ്ക്ക് ശത്രുത എന്താ? അവരോട് ഇത്ര ശത്രുത എന്താണെന്നോ? കുറച്ചു മുന്നേ നീയും കണ്ടതല്ലേ വസന്തയുടെ കൂത്ത്. ഞാനൊരു വീട് വെച്ചതിലേ എല്ലാവർക്കും കണ്ണേടിയാ. അസൂയ മുത്തട്ടാ വസന്ത ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അവളെയും വിളിച്ചുകൊണ്ട് പാലുകാച്ചിന് പോയാലേ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേ പല്ലിയെടുത്തിടും അവള്. അങ്ങനെയുള്ള അവളെയൊക്കെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് പോയാലും മതി. ആ കാര്യത്തിലേ എനിക്ക് ഒരു കുറ്റബോധവുമില്ല. എനിക്കില്ലാത്ത സങ്കടം മറ്റാർക്കും വേണ്ട. എന്റെ ജന്മം ഇങ്ങനെയാ. ഇതൊക്കെ കാണാനും അനുഭവിക്കാനും എന്റെ വിധി. അയ്യോ അയ്യോ എന്ന് പിടിച്ച്. അയ്യോ പാടില്ല. പേഷ്യന്റ് മരുന്ന് ഒരു അല്പം പോലും ഛർദിക്കാൻ പാടില്ല. ലക്ഷങ്ങൾ വിലയുള്ള മരുന്നാ. ഇഞ്ചക്ഷൻ ഫലം ചെയ്യാത്തത് കൊണ്ടാ മെഡിസിൻ കൊടുത്തത്. ജഗ ഛർദിക്കാതെ നോക്കണം. മുത്തശ്ശി ഇതും കൂടി കുറച്ചു. അച്ഛമ്മേ അച്ഛമ്മേ മുത്തശ്ശി നശിപ്പിച്ചു. അടിവയറ്റിന്ന് ഗുമുഗുമാന്ന് ഗ്യാസ് കയറുമ്പോ എവിടെ കൊണ്ടിട്ട് പിടിച്ച് നത്താനോ ഡോക്ടറെ? മരുന്നെല്ലാം പുറത്തു പോയി. ലക്ഷങ്ങളാ വേസ്റ്റ് ആയത്. അമ്മേ, അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഒരു സഹോദരങ്ങളെയും വിളിക്കാതിരുന്നിട്ടൊന്നുമില്ലല്ലോ. വന്ദനയെ വിളിച്ചില്ലേ? വന്ദനയെ വിളിച്ചത് ഞാൻ നിർബന്ധിച്ചതുകൊണ്ടല്ലേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ വിളിച്ചോ ഇല്ലയോ നീ അത് ആലോചിച്ചാ മതി. പ്രകാശേട്ടൻ ഈ നെറുകേടുകളൊക്കെ ചെയ്ത് കൂട്ടുമ്പോ ഞാൻ പറഞ്ഞിട്ടാണെന്ന് ആളുകൾ വിചാരിക്കും. സത്യം പറഞ്ഞ മടുത്തു. മോളെ, നല്ലൊരു ദിവസമായിട്ട് കരയല്ലേ? നീ ഇങ്ങനെ കരഞ്ഞും സങ്കടപ്പെട്ടു ഇരുന്നാൽ അത് പ്രകാശനും സങ്കടമാവും. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയപ്പോ വസന്ത കാണിച്ചു കൂട്ടിയത് ഓർത്ത് ആകെ തകർന്നിരിക്കുക പ്രകാശൻ. അതിനിടെ നീയും കൂടി വേണ്ട, സന്തോഷമായിട്ടിരിക്കെ. കുറുപ്പിന്റെ കാറാണല്ലോ കിടക്കുന്നത്. ആ മാരണത്തെ ഞാൻ പാലുകാച്ചിന് ക്ഷണിച്ചില്ലല്ലോ. പിന്നെന്തിനാ അയാൾ വന്നത്? ഛേ, അയാൾ എന്റെ പാലുകാച്ച് നശിപ്പിക്കോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെത്തുന്നതിന് മുമ്പ് ഞാനെത്തി. പ്രകാശന്റെ ഭാര്യയും അമ്മായിയമ്മയും അകത്തോട്ട് ചെന്നാട്ടെ. ഒരുക്കങ്ങൾ തുടങ്ങിയാട്ടെ. ചെല്ലു ചെല്ലു, ചെന്ന് പൊലിപ്പിക്കൂ. കുറുപ്പ് സാറേ, അറിയാലോ, ഒരു നല്ല കാര്യത്തിന് ഇന്ന് തുടക്കിടുകയാണ്. പാലുകാച്ചിന് അതിഥികളൊക്കെ വരാറായി. ദയവേത് അവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തരുത്.
എന്നെ നാണം കെടുത്താനായി വന്ദനയെ കൊണ്ട് നീ എന്നെ കേസിൽ പെടുത്തിയിരിക്കല്ലേ? പിന്നെ എന്തിനാടാ ഞാൻ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നത്? എന്നെ അടിക്കാനുള്ള വടിയാണ് നിനക്ക് വന്ദനയെങ്കിൽ നിന്നെ കൊല്ലാനുള്ള കൊടുവാളാണ് എനിക്ക് മനോജ്. എന്തായാലും അംഗം തുടങ്ങിക്കഴിഞ്ഞു. ഇനി കല്ലും നെല്ലും തിരിഞ്ഞ ശേഷമേ കുറുപ്പ് പുറകോട്ടുള്ളൂ. തൽക്കാലം പ്രശ്നമൊന്നുമില്ല. മയക്കം തെളിയുമ്പോഴേക്കും ഈ വോമിറ്റിംഗ് ടെൻഡൻസി മാറിക്കോളും. ബാക്കി ട്രീറ്റ്മെന്റ് കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ആ വിദേശത്ത് ഓർഡർ ചെയ്ത മരുന്ന് ഇനി എങ്ങനെയാ ഡോക്ടറെ? ജഗ, അത് ഞാൻ പറഞ്ഞില്ലേ, വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത മരുന്നാ. ഇനി ഈ മരുന്ന് ഒരിക്കൽ കൂടി വരുത്തണമെങ്കിൽ ഒരു ചടങ്ങാ. സാരമില്ല, നമുക്ക് നോക്കാം. ആ മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ ഫലം കണ്ടേനെ. ചിലപ്പോ മുത്തശ്ശിക്ക് കുറച്ചു നാളും കൂടി ഇങ്ങനെ കിടക്കാനായിരിക്കും യോഗം. ഡോക്ടർ പരിശോധിച്ചു നോക്കിയപ്പോ രോഗി ഛർദിക്കുമെന്ന് അറിയായിരുന്നെങ്കിൽ പിന്നെ ആ മരുന്ന് കൊടുക്കണ്ടായിരുന്നു. 20 ലക്ഷങ്ങൾ വിലയുള്ള മരുന്നല്ലേ, അതിന്റെ ടേസ്റ്റ് ഒന്നും നോക്കാൻ പോലും പറ്റിയില്ല, വെറുതെ കളഞ്ഞു. ജഗ, ഞാൻ ഇറങ്ങുവാ. മുത്തശ്ശിക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ വിളിക്കണം. വിളിക്കാം ഡോക്ടർ. സോറി ഡോക്ടർ, പ്രയോജനം ചെയ്തില്ലെങ്കിൽ മരുന്നിന്റെ വില ഞാൻ തരാം. എനിക്ക് കുറച്ച് സാവകാശം മാത്രം തന്നാൽ. ജഗ, ആ മരുന്ന് ഫലം കണ്ടില്ലല്ലോ, അതിലാ എനിക്ക് ടെൻഷൻ. ആ, നോക്കാം. മാനത്തെ കൊട്ട